ഫലസ്തീൻ ജനങ്ങളെ നാടുകടത്തിയാൽ ഇസ്രായേൽ അപ്രത്യക്ഷമാകുമെന്ന് ഇറാൻ. ഇതാദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിരിക്കുന്നത്. ഏതാനും ദിവസം മുമ്പാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഒരു പരാമർശം, ഗൗരവമുള്ള പരാമർശമായിട്ട് അറബ് മീഡിയകൾ തന്നെ അതിന്റെ ഓരോരോ രാജ്യങ്ങളും അവരവരുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞതാണ്. ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഗസക്കാർ മാറിപ്പോകണം. അവിടെ പുതിയ രീതിയിലുള്ള നിർമ്മാണ സ്ഥിതിവിശേഷം വരാൻ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ജനങ്ങളുടെ ബാഹുല്യം തടസ്സമാകുന്നു. നല്ല പ്രദേശമാണ് അവിടെ എന്നതിനാൽ മാറിപ്പോവുകയാണ് ഉചിതം എന്ന തരത്തിലാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് പിറകെ തന്നെ ജോർദാനും ഈജിപ്തും അതിന് മറുപടി നൽകി. അവർ ജീവിക്കേണ്ടത് അവരുടെ ദേശത്തിലേക്കാണ്, തങ്ങളുടെ ദേശത്തല്ല ജീവിക്കേണ്ടത്. അതിന് അവിടെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടുകയാണ് ജോർദാന്റെയും ഈജിപ്തിന്റെയും പണി. അതല്ലാതെ അവിടെ നിന്നുള്ള ജനങ്ങളെ രാജ്യം വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നൊരു സംവിധാനത്തിന് തങ്ങൾ അനുകൂലം നിൽക്കുകയില്ല എന്നുള്ളതും തങ്ങളുടെ രാജ്യം അവരെ സ്വീകരിക്കുകയില്ല എന്നുമാണ് ജോർദാനും ഈജിപ്തും പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഞെട്ടലായിരിക്കുന്ന കാര്യമായി ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാര്യം എന്ന് പറയുന്നത്, ജോർദാനും ഈജിപ്തും അവിടെ സർക്കാർ സംവിധാനം എല്ലാ കാലത്തും അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ രണ്ട് രാജ്യത്തും ഇസ്രായേലുമായി വലിയ നയതന്ത്ര ബന്ധമുണ്ട്. എംബസി കോൺസുലേറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ പൗരന്മാരുണ്ട്, ഇരട്ട പൗരത്വമുള്ളവരുണ്ട്. ഇസ്രായേലിലും ഈജിപ്തിലും അതേപോലെ തന്നെ ഇസ്രായേലും ജോർദാനിലും ഇരട്ട പൗരത്വമുള്ള ആളുകൾ പോലും ഉള്ള തരത്തിൽ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധങ്ങളുണ്ട്. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള അമേരിക്കയുടെ പ്രസിഡന്റിന്റെ നിലപാടിനെ ശക്തമായ രീതിയിൽ ഇവർ പ്രതിരോധിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ജോർദാനിലെയും ഈ ഈജിപ്തിലെയും അമേരിക്കൻ നയതന്ത്ര ബന്ധപ്പെട്ടവരുമായിട്ട് ഉണ്ടാവുകയും അവർ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഈ സമയത്തെല്ലാം മൗനം പാലിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ അതിന് ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. ഫലസ്തീനെ തെക്കും വടക്കും ഭാഗമായിട്ട് വിഭജിക്കാനുള്ള അധികാരം ഇസ്രായേലിനില്ല. അവരെവിടെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ട അധികാരം അവർക്ക് തന്നെയാണ്. അവർക്ക് ഏത് തരത്തിലുള്ള സഹായം തങ്ങൾ നൽകി വരാറുണ്ട്, തങ്ങൾ നൽകുകയും ചെയ്യും. ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരു മതേതര രാഷ്ട്രമായിട്ടോ സമാധാന രാഷ്ട്രമായിട്ടോ തങ്ങൾ കാണുന്നില്ല. ശത്രുപക്ഷത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ഫലസ്തീൻ ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി നൽകുക എന്നുള്ളത് തങ്ങളുടെ മതനിയമത്തിന്റെ ഭാഗമാണ്. ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഫലസ്തീനികളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ഏകദേശം 1.5 വർഷത്തിനിടയിൽ നിങ്ങൾക്കതിന് സാധിക്കുമായിരുന്നു. പക്ഷേ അത് സാധ്യമല്ലാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനങ്ങളും നിങ്ങളുമായുള്ള യുദ്ധത്തിനുള്ള ധൈര്യവും തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുന്ന അതിന്റെ വിവരണത്തെക്കുറിച്ചുള്ള രീതി കാര്യങ്ങളൊക്കെ പേർഷ്യൻ കടലിടുക്കിൽ നാവികക്കോട്ട പണിതുകൊണ്ട് തങ്ങളുടെ ആയുധ സംവിധാനങ്ങളൊക്കെ സുരക്ഷിതമാക്കി വെക്കുകയും അതോടൊപ്പം തന്നെ ശത്രു വിഭാഗത്തെ ആക്രമിക്കാൻ പാകത്തിൽ തങ്ങളുടെ സൈനികർക്ക് നിർദ്ദേശം നൽകിയതൊന്നും വെറുതെയാണ് എന്ന് നിങ്ങൾ കരുതണ്ട. അവർ ജീവിക്കുന്ന അവരുടെ ഭൂമിയിലെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള സുരക്ഷിത സംവിധാനം തങ്ങളെ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു നിലപാട് ഇറാൻ പറഞ്ഞതോടുകൂടി ഇത് രാഷ്ട്രീയമായ രീതിയിൽ വലിയ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും മുഖാമുഖം എന്ന തരത്തിലൊക്കെയാണ് ചില പത്രക്കാർ ഇതിന് ഹെഡ്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ പത്രങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. യുദ്ധമുഖത്തേക്ക് ഇറാൻ ഇറങ്ങി വരാനുള്ള സാധ്യതകൾ അവർ പറയുന്നു. കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാലത്തും അമേരിക്കയുമായി ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് അവരോടൊപ്പം മുഖാമുഖം പോർ വിളിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്ത് ഒരേ ഒരു മുസ്ലിം രാജ്യം മാത്രമേ ഉള്ളൂ മുഖാമുഖം നിന്നുകൊണ്ട് വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യം. മാത്രമല്ല അവരിപ്പോൾ ഭയപ്പെടുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാൽ ആണവായുധവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായ രീതിയിൽ ഇറാനിലേക്ക് അങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല. ആണവായുധ കരാറിൽ നിന്ന് ഇതിനിടയിൽ തന്നെ ഇറാൻ പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇറാന് നൽകുന്നു എന്നതിനാൽ അമേരിക്കക്ക് ഇതും വലിയ രീതിയിലുള്ള നീരസവും പ്രയാസവും ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ തന്നെ ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ വീരവാദം നടത്തിയ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ എത്തി ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്
അവരുടെ വലിയ പരാജയം നാണക്കേടുമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രസ്താവന ഇതിന്റെ ഇടയിൽ തള്ളി നോക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രം മാറി അല്ലെങ്കിൽ രാജ്യം മാറിയിട്ടാണ് സംസാരിക്കുന്നത്. ഫലസ്തീനികൾക്ക് നേരെ നിങ്ങൾക്ക് ഒരു അതിജീവനവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല, അവരെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല, അതിശക്തമാണ് ഇറാന്റെ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ അവർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അറേബ്യൻ മേഖലയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ്. ഫലസ്തീനികൾ ആ ദേശത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഇസ്രായേലിന്റെ മുൻപേ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് ഈജിപ്തിന്റെ സിനാ മരുഭൂമിയിലേക്ക് അവരെ മാറ്റണമെന്നുള്ളതും അതിന് പകരമായ രീതിയിൽ ഭൂപ്രദേശം ഇസ്രായേൽ വിട്ടുകൊടുക്കുമെന്നുള്ളതും അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിലുള്ള കടബാധ്യത ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി തങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നൊക്കെ ഒരു കരാർ പത്രം യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ ഈജിപ്തിനോട് പറഞ്ഞിരുന്നു. ഫലസ്തീനുകളുടെ കാര്യത്തിൽ തങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യത്തിൽ അവർ മറുപടിയും പറഞ്ഞു. ജനവാസ യോഗ്യമല്ലാത്ത മരുഭൂമിയിലേക്ക് ഫലസ്തീനികളെ നാട് കടത്തിക്കൊണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ള ഇസ്രായേലിന്റെ തന്ത്രം വിലപ്പോവുകയില്ല എന്നുള്ളതാണ് അന്ന് സൗദി അറേബ്യ മറുപടി പറഞ്ഞത്. ഓരോരോ രാഷ്ട്രങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായ രീതിയിൽ തുറന്നു പറഞ്ഞു. ഇറാഖുമായി ഉണ്ടായിരുന്ന അമേരിക്കയുടെ യുദ്ധത്തോടനുബന്ധിച്ച് മൗനം പാലിച്ചിരുന്ന അറബ് രാഷ്ട്രങ്ങളെ അല്ല ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് എന്ന് അമേരിക്കയുടെ പ്രതിനിധി തന്നെ പറയുകയും ചെയ്തു. എല്ലാ നയ നിലപാടുകളോടും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണ സഹായം ചെയ്യുന്ന രാജ്യമായിരുന്നു യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ. ഓരോരോ രാജ്യങ്ങളും എടുത്ത് തന്നെ പറയുന്നുണ്ട്. അതിൽ ഇറാനോ ഇറാഖോ സിറിയ പോലെയുള്ള 3-4 രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ മേഖലയിൽ വലിയ സ്വാധീനം തങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവരെല്ലാ കാലത്തും തങ്ങളെ സഹായിച്ചു. പക്ഷെ പാലസ്തീൻ വിഷയം വന്നതോടുകൂടി അവർ ഈ തങ്ങളുടെ നിലപാടിനെതിരെ നിലപാടിനെതിരെ അവരുടേതായിരിക്കും നിലപാട് പറഞ്ഞു എന്ന് മാത്രമല്ല രാഷ്ട്രീയമായ രീതിയിൽ തങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. UN സഭയിൽ പല ഘട്ടങ്ങളിലും അമേരിക്കയെ പിന്തുണക്കുന്ന അറബ് രാജ്യങ്ങൾ ഫലസ്തീന്റെ വിഷയത്തിൽ തങ്ങൾക്കെതിരെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ചെങ്കടലിന്റെ അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങൾ തങ്ങൾക്കെതിരെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ യമനെ അവർ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഈ മേഖലയിൽ തങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഉണ്ടായത് എന്ന് ലോകം അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകം ഈ അഭിപ്രായവും നിലപാടും പറയുമ്പോൾ അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ തങ്ങൾക്ക് സാധിക്കാതെ വന്നത് അറേബ്യൻ മേഖലയിലുള്ള തങ്ങളുടെ എതിർപ്പാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അറബ് രാജ്യങ്ങളും ചേർന്ന് നിൽക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ കാലത്തും തങ്ങൾ ചെയ്തിട്ടുണ്ട്. തങ്ങൾ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ചൈനയുടെ തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം തങ്ങൾ കാണാൻ പറ്റാതെ പോയി. അതുകൊണ്ട് അവിടെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒന്നിക്കുകയും സൗദി അറേബ്യയുടെ നിലപാടിനെ ഇറാനും ഇറാന്റെ നിലപാടിനെ ഏറെക്കുറെ സൗദി അറേബ്യയും ഫലസ്തീൻ വിഷയത്തിൽ അംഗീകരിക്കുകയും ഏകോപനത്തോടുകൂടി ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ നിലപാട് സ്വീകരിക്കാൻ അവർ മുന്നോട്ടും വരികയും ചെയ്തു. ഇത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള അടിയാണ് ഉണ്ടായത്. അപ്പോൾ ബൈഡന്റെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡന്റെ നയനിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ വിഷയത്തിൽ അവരുടെയും കൈപൊള്ളിയിരിക്കുകയാണ്. നിലപാടുകൾ എങ്ങനെ ആവണം, അത് മാറ്റി പറയണോ വേണ്ടേ എന്ന സ്ഥിതിയിലേക്കാണ് കാര്യം എന്ന് പറയുന്നത്. ഈ നിലപാടിനെ നിലവിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ നയ നിലപാടുകൾക്കും സമീപനങ്ങൾക്കും വിരുദ്ധമായിരിക്കുന്ന ഒരു ചേരി റഷ്യയും ചൈനയും ഇറാനും കൊറിയയും അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അമേരിക്കക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഇറാന്റെ നിലപാടാണ് ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ലോകം ചർച്ച ചെയ്യുന്നത്. ഫലസ്തീനികളെ നാട് കടത്താനുള്ള ഇസ്രായേലിന്റെ തന്ത്രം ഭൂപ്രദേശത്ത് നിന്ന് അവരെ ഇല്ലാതാക്കും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗവൺമെന്റ് തലത്തിൽ ഇസ്രായേലി ഗവൺമെന്റ് തലത്തിൽ വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒരു ഘടകകക്ഷി അവർക്കുള്ള പിന്തുണ പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സർക്കാർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ഘടകകക്ഷി ഏറെക്കുറെ പിന്തുണ പിൻവലിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. വല്ലാതൊന്നും വൈകാതെ ഇസ്രായേൽ സർക്കാർ നിലം പൊത്തും എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇപ്പോൾ അമേരിക്ക സംസാരിക്കുന്നത്. അത് അറേബ്യൻ മേഖലയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയാനും ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം കൂട്ടുവാനുമുള്ള കാരണമായിട്ട് മാറും എന്നല്ലാതെ ഒരിക്കലും പാലസ്തീനികളെ ആ പ്രദേശത്തിൽ നിന്ന് മാറ്റി നിർത്താൻ
ഏത് തരത്തിലുള്ള തന്ത്രങ്ങളും ശക്തിയും ഉപയോഗിച്ചാലും അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്ന് ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലസ്തീനികളെ ഗസയിൽ നിന്ന് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആദ്യത്തെ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങൾക്ക് ഇസ്രായേലിനെ അവിടെ കാണാൻ കഴിയില്ല, ഇസ്രായേൽ അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം പാലസ്തീനിലെ ജനങ്ങളെ ആ ദേശത്തിൽ നിന്ന് മാറ്റിയാൽ ഉണ്ടാകും എന്നുകൂടി ഈ ഇറാന്റെ സർക്കാർ പ്രതിനിധി തന്നെ പറഞ്ഞു വെക്കുകയാണ്.